വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ക്ഷേത്രം എന്തെന്നറിഞ്ഞു വേണം ക്ഷേത്ര ദർശനം നടത്താൻ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്നാണ് ഗീതയിൽ പറയുന്നത്. ക്ഷേത്രം ദേവൻ്റെ സ്ഥൂല ശരീരവും ശ്രീകോവിൽ സൂക്ഷ്മ ശരീരവുമാണ്. ഈ ശരീരമാണ് ക്ഷേത്രം. ഈശ്വരൻ്റെ ശരീരമാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ അഥവാ ദേവാലയത്തിൽ ശ്രീകോവിലാണ് ദേവൻ്റെ ഇരിപ്പിടം. ആ ദേവനെയാണ് നാം പൂജിക്കുന്നത്. നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ അഥവാ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവനാണ് ആത്മാവ്. മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആത്മാവ് ദേവനും ശരീരം ക്ഷേത്രവും, അതാണ് പറഞ്ഞത്. ആത്മാവ് നിലനിൽക്കുമ്പോൾ മാത്രമാണ് ശരീരം പ്രവർത്തന സജ്ജമാകുന്നത്. ആത്മാവില്ലെങ്കിൽ അത് ജഡമാകുന്നു. ആ ആത്മാവാണ് ശരീരത്തിൽ പ്രവർത്തിച്ച് കരണങ്ങൾ അഥവാ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. ആത്മാവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് പ്രവർത്തനശേഷിയും ചലനശേഷിയും ഉണ്ടാകുന്നത്. ക്ഷേത്രദർശനം എന്നതിന് നാം നമ്മുടെ ശരീരത്തിൽ അധിവസിക്കുന്ന ആത്മാവിനെ ദർശിക്കണം, അറിയണം എന്നും അർത്ഥമുണ്ട്. ആ ആത്മാവിനെ അറിയുന്നതിനുള്ള ആദ്യ പടിയാണ് ക്ഷേത്രദർശനം. നിത്യേനയുള്ള ക്ഷേത്രദർശനവും ആരാധനയും ഉപാസനയും കൊണ്ട് അത് സാധ്യമാകുന്നു. ക്ഷേത്രദർശനം നടത്തുന്നതിന് മുമ്പ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മൂർത്തി ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ ദർശനം നടത്തുമ്പോൾ ആ മൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് ദർശനം നടത്തണം. അതിലൂടെ ദേവചൈതന്യം നമ്മിലേക്ക് ആകർഷിക്കപ്പെട്ട് ദേവഗുണങ്ങളുടെ അംശം ഭക്തനിൽ പ്രവേശിക്കപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.